കൊല്ലം പുനലൂരിൽ CPM പ്രവർത്തകർ തമ്മിൽ കൂട്ടയടി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന് മർദ്ദനമേറ്റു. CPM പുനലൂർ മുൻ ഓഫീസ് സെക്രട്ടറിയാണ് മർദ്ദിച്ചത്. പരിക്കേറ്റവരെ കൊണ്ടുവന്ന താലൂക്ക് ആശുപത്രിയിലും പ്രവർത്തകർ തമ്മിലടിച്ചു. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം. ദിലീപ് ദേവസ്യാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദിലീപ്, എന്തിനാണ് CPM പ്രവർത്തകർ തമ്മിലടിച്ചത്? ആര്യ, ഇന്ന് വൈകിട്ട് 8 മണിക്ക് ശേഷമായിരുന്നു സംഭവം നടന്നത്. പ്രാദേശിക പാർട്ടി ദിലീപ്, ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണോ പ്രദേശത്ത്? ആര്യ, പ്രദേശത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുള്ളത് കൊണ്ട് പോലീസ് സന്നാഹം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രാദേശിക CPM പാർട്ടിയിലെ പ്രാദേശിക തർക്കങ്ങളാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചതെന്നാണ് നമ്മൾക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് വൈകിട്ട് 8:30 കൂടിയിട്ടായിരുന്നു CPM പ്രവർത്തകർ തമ്മിൽ സംഘട്ടനമുണ്ടായത്. പുനലൂർ നഗരസഭയിലെ കൗൺസിലറായ ബിനോയ് രാജനാണ് ഈ സംഘർഷത്തിൽ പരിക്കേറ്റത്. CPM പാർട്ടിയിലെ തന്നെ മറ്റൊരു ആളാണ് മർദ്ദിച്ചതെന്നാണ് അദ്ദേഹം പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ഈ സമയത്ത് ഇവിടെ ഉണ്ടായ തർക്കം മൂത്ത്, അതായത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ചെറിയ തർക്കമായിരുന്നു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. വലിയ തോതിൽ ആ ദൃശ്യങ്ങളിലടക്കം കാണാം, അത്തരത്തിലുള്ള വലിയ തോതിൽ ആളുകൾ എത്തുകയും ആശുപത്രിയിലേക്ക് സംഘർഷം കലാശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ പരിക്കേറ്റ ബിനോയ് രാജിനെയുമായി ആശുപത്രിയിൽ എത്തുന്നു. അവിടെ വെച്ചും പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കവും പിന്നീട് സംഘർഷത്തിലേക്കും എത്തുന്നു. പിടിച്ചു മാറ്റാനെത്തിയ ആശുപത്രി ജീവനക്കാരന് വരെ മർദ്ദനമേൽക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ മർദ്ദിച്ച CPM പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. പ്രദേശത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് വലിയൊരു പോലീസ് സന്നാഹം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പാർട്ടി തർക്കമാണ്. നേരത്തെ തന്നെ അവിടെ വിഭാഗീയത ഉണ്ടായിരുന്നു. പാർട്ടി പ്രവർത്തകർക്ക് ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമേ പരിഗണന ലഭിക്കുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങൾ അടക്കമുള്ളത് കൊണ്ട് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിലേക്ക് എത്തിയ ഒരു വിഭാഗം ആളുകളാണ് മുൻഗണനയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതെന്നുള്ള ഒരു വാക്കുതർക്കമുണ്ടായിരുന്നു. അത് ഇന്ന് വലിയ തോതിൽ സംഘർഷത്തിലേക്ക്, ഇന്ന് ഞായറാഴ്ച വലിയ തോതിലേക്ക് ആളുകളെ സംഘർഷത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. വലിയൊരു സംഘർഷം തന്നെയായിരുന്നു. അതായത് ബിനോയ് രാജൻ, അതായത് പുനലൂർ മുനിസിപ്പാലിറ്റി സ്ഥിരം സമിതി അധ്യക്ഷനാണ് ബിനോയ് രാജൻ മുതിർന്ന CPM നേതാവാണ്. അദ്ദേഹത്തിനെ തന്നെയാണ് ഈ പാർട്ടിയിലുണ്ടായ അംഗം മർദ്ദിക്കുകയോ ചെയ്തത്. ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആര്യ, ശരി, തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രവർത്തകർ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് നയിച്ചത്. ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.